തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു രാഷ്ട്രീയ നീക്കത്തിനാണ് തമിഴകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. DMK ആണ് വീണ്ടും അധികാരത്തിൽ വരിക എന്നായിരുന്നു എല്ലാവരും കരുതിയത്. എങ്കിൽ വിജയുടെ പാർട്ടിയായ TVK വലിയ വിജയമാണ് നേടിയത്. തമിഴ്നാട് നിയമസഭയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി TVK സർക്കാർ രൂപീകരണത്തിന് അവകാശമുന്നയിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സമീപിച്ചു കഴിഞ്ഞു. കന്നി പോരാട്ടത്തിൽ തന്നെ 234-ൽ 108 സീറ്റുകൾ തൂത്തുവാരിക്കൊണ്ട് സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി എന്ന പദവിയിലേക്കാണ് വിജയ് തന്റെ പാർട്ടിയെ നയിച്ചത്. കേവല ഭൂരിപക്ഷത്തിന് 10 സീറ്റുകൾ മാത്രം അകലെ നിൽക്കുന്ന വിജയ് ആരെയെല്ലാം കൂടെ കൂട്ടുമെന്ന് കണ്ടറിയണം. മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള DMK സഖ്യത്തെയും എടപ്പാടി പളനിസ്വാമിയുടെ AIADMKയും അപ്രസക്തമാക്കിയാണ് TVK തമിഴ്നാട്ടിൽ മുന്നേറ്റം നടത്തിയത്. 34.92% വോട്ട് വിഹിതത്തോടെ 108 സീറ്റുകൾ TVK നേടി. DMK 24.19% എന്ന വോട്ടുകളോടെ 59 സീറ്റുകളിൽ വിജയിച്ചു. AIADMK 21.21% വോട്ട് വിഹിതം നേടി 47 സീറ്റുകളിൽ ഒതുങ്ങി. ഭരണകക്ഷിയായ DMKയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. സഖ്യകക്ഷികളായ കോൺഗ്രസ് കൂടാതെ IUML കൂടാതെ CPI, CPM, VCK എന്നിവർക്കും നാമമാത്രമായ സീറ്റുകളെ നേടാനായുള്ളൂ. പ്രതിപക്ഷ നിരയിൽ AIADMK സഖ്യത്തിൽ കൂടാതെ PMK 4 സീറ്റുകളും BJPയും അതോടൊപ്പം തന്നെ AMKയും ഓരോ സീറ്റുകൾ വീതം നേടി. ഭൂരിപക്ഷത്തിന് 118 സീറ്റുകൾ വേണ്ടിയെടുത്ത് 108 സീറ്റുകൾ നേടിയ വിജയ് 2 ആഴ്ചക്കകം സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാമെന്ന് ഗവർണർക്ക് നൽകിയ കത്തിൽ ഉറപ്പ് നൽകുന്നുണ്ട്. സ്വതന്ത്രരുടെയോ അല്ലെങ്കിൽ ചെറിയ പാർട്ടികളുടെയോ പിന്തുണ ഉറപ്പാക്കി ഭരണം പിടിക്കാനാണ് വിജയുടെ നീക്കം. ഗവർണർ ഉടൻ തന്നെ പിന്തുണയ്ക്കുന്ന MLA-മാരുടെ പട്ടിക ആവശ്യപ്പെടുമോ അതോ വിജയ് ആവശ്യപ്പെട്ടതുപോലെ 2 ആഴ്ചത്തെ സമയം അനുവദിക്കുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. സിനിമയിലെ ജനപ്രീതിക്ക് പുറമെ താഴെ തട്ടിലുള്ള കൃത്യമായ സംഘടനവും യുവാക്കളുടെയും സ്ത്രീകളുടെയും വലിയ പിന്തുണയുമാണ് TVKയെ ഈ വിജയത്തിലേക്ക് എത്തിച്ചതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. മാറ്റത്തിനൊരു അവസരമെന്ന വിജയുടെ മുദ്രാവാക്യം തമിഴ് വോട്ടർമാർ നെഞ്ചോട് സ്വീകരിച്ചുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. MGRനും ജയലളിതയ്ക്കും ശേഷം വെള്ളിത്തെരയിൽ നിന്ന് സെന്റ് ജോർജ് കോട്ടയുടെ അധിപനാകാൻ വിജയ് ഒരുങ്ങുമ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ചരിത്രം അതൊരു അധ്യായം കുറിക്കുകയാണ്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയുടെ TVK ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും അക്കങ്ങൾ നിരത്തി അണികൾക്ക് ആത്മവിശ്വാസം പകരുകയാണ് DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ. തോൽവിയിലും തളരാതെ DMK സഖ്യത്തിന് ലഭിച്ച വലിയ വോട്ട് വിഹിതം ചൂണ്ടിക്കാട്ടിയാണ് സ്റ്റാലിന്റെ പ്രതികരണം.